അല്ലാത്ത പക്ഷം അവർ മുസ്ലിങ്ങൾ ആയി തന്നെ തുടരട്ടെ. രാജ്യത്ത് നിരവധി മതങ്ങളും ദൈവങ്ങളും ഉണ്ടല്ലോ. കൂട്ടത്തിൽ അവരും അവരുടെ മതത്തിൽ തന്നെ തുടരുന്നതിൽ എന്താണ് പ്രശ്നം? എന്തിന് ഓരോ ദിവസവും പുതിയ പുതിയ തർക്കങ്ങൾ ഉന്നയിക്കുന്നു? RSSന് അതിൽ താല്പര്യമില്ല. പുതിയ നീക്കങ്ങളിൽ പ്രസ്ഥാനത്തിന് പങ്കില്ല. എല്ലാ പള്ളിയും കുഴിച്ചു നോക്കി ശിവലിംഗം തിരയുന്നത്. മോഹൻ ഭഗവത്തിന്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുന്ന സമയത്ത് അത് വിശ്വസിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഓരോ ആൾക്കാരുടെയും ഈ പറയുന്ന ഭൗതികപരമായിട്ടുള്ള തലം അനുസരിച്ചാണ് അവർ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞത്. അതിന്റെ കാരണം പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും ഇവർ സംസാരിക്കാറുണ്ടെങ്കിലും മറ്റ് പലപ്പോഴും ഇവിടെ പ്രവൃത്തി അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നതുകൊണ്ടാണ് ഈ ഒരു സംശയത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രസംഗം കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ ആൾക്കാർ ചാനലിലൂടെയൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർ അതിൻ്റെ ഇടയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിക്ക്. പക്ഷേ ഒരു ഭാഗം ആൾക്കാരില്ല, മാറ്റങ്ങൾ നല്ലതാണ്, അത് സ്വാഗതാർഹമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ ചിന്തകൾക്ക് വിധേയമാക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഇന്ത്യയിൽ ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ ഒന്നും ഇല്ല. ഇവിടെ എല്ലാവരും ഇന്ത്യക്കാരാണ് എന്ന് പറഞ്ഞൊരു വാചകത്തിനെ എനിക്ക് ഒരുപാട് നെഞ്ചിലേറ്റാനാണ് തോന്നിയത്. കാരണം എൻ്റെ ആഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ മാറണം, നമ്മുടെ രാജ്യം മാറണം, നമ്മുടെ രാജ്യത്തെ ഇത്തരത്തിലുള്ള ചിന്തകൾ മാറണമെന്ന് വിശ്വസിക്കുന്ന, അടിയുറച്ച് അതിലേക്ക് മാറ്റം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ഇനി ഏത് സെൻസിലൂടെ പറഞ്ഞതായാലും ആ സെൻറ്റൻസിൻ്റെ അർത്ഥത്തെ അതുപോലെ ഉൾക്കൊള്ളാനാണ് എനിക്ക് താല്പര്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഇപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അറിയാം. നമുക്ക് ബാബറി മസ്ജിദ് പൊളിച്ചതും അതിനുശേഷം പള്ളി പണിഞ്ഞതും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമുക്കറിയാം. അവിടെ നിന്നൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഓരോ തരത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ വിദ്വേഷങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്നത്, അല്ലെങ്കിൽ ദേശീയത തകർന്നടിയുന്നത് പോലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ മതേതരത്വത്തിനെതിരായിട്ടുള്ള വാദങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള കാരണം അത് തന്നെയാണ്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരുപാട് പള്ളികൾ ഇപ്പം തന്നെ അറിയാം സംബൽ പോലുള്ള പ്രദേശങ്ങളിൽ നടക്കുന്ന അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അതിനെതിരെ ഉണ്ടാകുന്ന അണപൊട്ടി ഒഴുകുന്ന ജനവികാരം എന്താണെന്നും നമുക്കൊക്കെ അറിയാവുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ പ്രതികരിച്ചേ പറ്റുള്ളൂ. കാരണം അത് നിലനിൽപ്പിൻ്റെ കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ഒരു മാറ്റം അനിവാര്യതയുടെയായിട്ടുള്ള ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ട കാര്യമാണ്. കാരണം ഏതൊരു പള്ളി പൊളിച്ചിട്ടും അവിടെ ശിവലിംഗത്തെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്നുള്ളത് ഇനി ഏത് അർത്ഥതലത്തിൽ പറഞ്ഞതാണെങ്കിലും അതിനെ സത്യത്തിൽ നമുക്ക് ശരിവെച്ച് കൊടുക്കുക തന്നെ ചെയ്യണുള്ളത്. അതിനൊരു ആവശ്യമില്ല. ഇങ്ങനെ ഓരോ പള്ളികളും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മതേതരത്വത്തിനെ വാഴ്ത്തുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുകയോ ചെയ്യുന്ന രാജ്യമല്ല എന്നുള്ളൊരു വെളിവാക്കലാണ് അതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇവിടെ ഈ പറയുന്ന പള്ളിയായാലും അമ്പലമായാലും ഇനി എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതെല്ലാം ഓരോ ദൈവവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ നമുക്കറിയാവുന്നതാണ്, നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് പലതരത്തിലുള്ള, അത് മനുഷ്യനായിട്ട് തന്നെ തിരിച്ചതായാലും എന്ത് തരത്തിലുള്ള ആയാലും മതങ്ങൾ ജാതികളായിട്ട് പലതായിട്ട് വേർതിരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ബേസിക്കലി എല്ലാവരും മനുഷ്യരാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യ എന്നുള്ള ഈ ഒരു രാജ്യത്തിൽ ഒരുപക്ഷെ പണ്ട് എന്നുള്ള ഏറ്റവും വലിയ മതം ഏത് അല്ലെങ്കിൽ വേദം ഏത് എന്തെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശപ്പ് മാത്രമായിരുന്നു. ആ വിശപ്പിനെ കുറിച്ച് മാത്രം തേടിക്കൊണ്ടിരുന്ന മനുഷ്യർക്ക് സത്യത്തിൽ മതത്തിനെ കുറിച്ച് അന്വേഷിച്ചു പോകാനോ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ഏർപ്പെടാനോ സമയമില്ലായിരുന്നു എന്നൊരു കാര്യമാണ്. അതിനുശേഷം എപ്പോഴാണോ നമുക്ക് സ്വാതന്ത്ര്യങ്ങളിലേക്കുള്ള വീണ്ടെടുപ്പ് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള പുരോഗമനമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് വരെ നമുക്ക് സ്വാതന്ത്ര്യങ്ങളെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്, അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് വിശപ്പോ പട്ടിണിയോ ദാരിദ്ര്യമൊക്കെ അങ്ങേറ്റം തുടച്ചു മാറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് കുറച്ചെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു സംഭവത്തിനെ മാറി മതം എന്ന് പറയുന്ന വിഷയത്തെ എന്ന് പറയുന്നത് നമുക്ക് പറയാം തീവ്രമായിട്ടുള്ള വിഷയമാണതെന്ന് പറയുന്നത്. അതിനെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ കലാപം ഉണ്ടാകും, അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ വർഗീയത വിതയ്ക്കാനുള്ള വിത്ത് എന്ന് മനസ്സിലാക്കിയ ഒരു കൂട്ടം ജനങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം നികൃഷ്ടമായിട്ടുള്ള കൃമികീടങ്ങൾ എന്നൊക്കെ പറയാൻ പറ്റത്തില്ല, അത്തരത്തിലുള്ള മനുഷ്യരാണ് ഈ ഒരു വിഷയത്തെ വെച്ചുകൊണ്ട് പൊള്ളിക്കാൻ വേണ്ടി മനുഷ്യരുടെ ഉള്ളിലേക്ക് എറിഞ്ഞുകൊണ്ട് പൊള്ളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഈ മനുഷ്യർ അല്ലെങ്കിൽ നമ്മളായിട്ടുള്ള ഇന്ത്യക്കാരെ രണ്ട് വശങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യമാണ്, ബ്രിട്ടീഷുകാർ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ, അതായത് ഇന്ത്യക്കാർ ഹിന്ദു മുസ്ലിം എന്നുള്ള വേർതിരിവില്ലാതെ ഒറ്റക്കെട്ടായിട്ട് നിന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ താല്പര്യങ്ങളോ അവരുടെ കാര്യങ്ങളോ ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന കൃത്യമായിട്ടുള്ള ബോധം ഏത് സമയത്താണോ അവരിൽ ഉണ്ടായത് ആ സമയത്താണ് അവർ ആ ഒരു രീതി പ്രയോഗിച്ചതും മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കാനും രണ്ട് വശത്താക്കി ശ്രമിക്കാൻ
അവർ തുടക്കം കുറിക്കുന്നത്. ഈ ഒരു സമയത്തും അതിനെ കൃത്യമായിട്ട് ഏറ്റവും വിവേകത്തോടെ ഈ പറയുന്ന മനസ്സിലാക്കി ഇന്ത്യക്കാർ അങ്ങനെ ഒരു ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് നമ്മുടെ ശിപായി ലഹളയ്ക്ക് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പം അതിൻ്റെ ഫലം തന്നെയാണ് ബ്രിട്ടീഷുകാർ അവിടെ നിന്ന് ഓട്ടിക്കാൻ പറ്റിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യക്കാർക്ക് കൃത്യമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ജാതി അല്ലെങ്കിൽ മതത്തിൽപ്പെട്ട നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഓരോ മനുഷ്യരും അവർ വിശ്വസിക്കുന്ന, ഇപ്പോൾ എനിക്ക് ഉൾപ്പെടെ എൻ്റെ മതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ജാതിയുമായി ബന്ധപ്പെട്ട എനിക്ക് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ്. അതിനെ വലിച്ചെറിയാനോ അല്ലെങ്കിൽ അതിനെ നിന്ദിക്കാനോ കഴിയാൻ പറ്റാത്ത ഒരാൾ തന്നെയാണ്. ഇത് തന്നെയാണ് എല്ലാ മനുഷ്യരിലും ഉള്ളത്. ചിലവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ദൈവങ്ങളെ ആരാധിക്കുന്നു, ചിലർ ദൈവങ്ങളെ ആരാധിക്കുന്നില്ല. അതൊക്കെ അവരുടെ ചോയ്സാണ്, അവരുടെ ഇഷ്ടങ്ങളാണ്. നമ്മൾ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവർ ചെയ്യണമെന്ന് നമ്മൾ ചുമ്മാതെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു ജനാധിപത്യ നാടിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു വിശ്വാസത്തിന് ചേർന്നിട്ടുള്ളതല്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വിശ്വസിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും അവരുടേതായിട്ടുള്ള ഈ പറയുന്ന സങ്കല്പങ്ങളുമുണ്ട്. അതിലെ വിശ്വസിക്കാനും, ചിലർ പറയുന്നേക്കാം എൻ്റെ ദൈവമാണ് വലുത്, അവൻ്റെ ദൈവം, അങ്ങനെ പറയാനൊക്കെ ആർക്കാണ് ഈ പറയുന്ന റൈറ്റ്സ് ഉള്ളത്? അല്ലെങ്കിൽ അതിലൊക്കെ എന്ത് മൂല്യമാണുള്ളത്, എന്ത് അടിസ്ഥാനമാണുള്ളത്? ഈ പറയുന്ന നമുക്ക് ദൈവവിശ്വാസമുണ്ട്, ആ ദൈവത്തിന് എത്രത്തോളം വിലയുണ്ടോ അത് തന്നെയായിരിക്കും മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാലും അവരുടെ ദൈവം എന്ന് പറയുന്നത്. ആ ഒരു നമ്മൾ ഇപ്പം പല ആൾക്കാരും ഇങ്ങനെയൊക്കെ സംസാരിക്കുമെങ്കിലും ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഇവിടെ മതം എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള എല്ലാ ആൾക്കാരും സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ സാഹോദര്യത്തോടെ വർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും വിശ്വസിക്കുന്ന ഈ പറയുന്ന പ്രകൃതി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്ന ഏകദൈവത്തിൽ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് മാത്രമാണല്ലോ ആ ദൈവത്തിന് അത്രയും ശക്തി ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ, അത് ഏത് രൂപത്തിലുള്ളതായാലും പല പേരുകളിൽ നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിലും ആ ദൈവത്തിനോട് അല്ലെങ്കിൽ ഈ പ്രകൃതി എന്ന് പറയുന്ന ഈ ഇരിക്കുന്ന സൃഷ്ടാവിനോട് നമ്മൾ കാണിക്കുന്ന അനീതിയുടെ ഫലങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് നമ്മളെ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് കൊണ്ടും ഈ പറയുന്ന കണക്ക് ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വിശ്വസിക്കാനുള്ള അവസരം അല്ലെങ്കിൽ അവർക്കുള്ള ആ വിശ്വാസത്തിന് കാണിക്കേണ്ട ബഹുമാനം അത് എപ്പം കൊടുക്കുന്നു, എപ്പം കൊടുക്കാൻ തുടങ്ങുന്നു, അന്നാണ് നമ്മുടെ ഇന്ത്യയിൽ സത്യത്തിൽ പുരോഗമനം ഉണ്ടാവുക അല്ലെങ്കിൽ വളർച്ച ഉണ്ടാവുക എന്ന് വിശ്വസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എനിക്കിഷ്ടമുള്ളത് അതുപോലുള്ള ചിന്തകളുമായി മുന്നോട്ട് പോകുന്ന ഒരുപാട് സഹോദരങ്ങൾ, എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷ സഹോദരങ്ങളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതിൽ എത്രയോ പെർസെൻറ്റേജ് മാത്രമാണ്, ഏറ്റവും ചെറിയൊരു തോതിലുള്ള പെർസെൻറ്റേജ് മാത്രമാണ് ഈ കൃമികീടങ്ങളായിട്ടുള്ള ആൾക്കാരുള്ളത്. അതായത് വിദ്വേഷം വളർത്താൻ വേണ്ടി മാത്രം മതത്തെ ആയുധമാക്കി മാറ്റുന്ന മതഭ്രാന്ത പിടിച്ച ആൾക്കാർ. നമ്മൾ മതത്തെ ആരാധിക്കുക, മതത്തെ വിശ്വസിക്കുക, നമ്മൾ ജനിച്ച അല്ലെങ്കിൽ നമ്മൾ വളർന്ന നമ്മുടെ സമുദായം, നമ്മുടെ മതം എന്ന് പറയുന്നത് നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അതിലെ വിശ്വാസങ്ങൾ, ആചാരങ്ങളൊക്കെ നമുക്ക് അത്രയും ഇതാണ്. പക്ഷേ അത് ഭ്രാന്തമായി മാറുന്ന സമയത്താണ് നമുക്കവിടെ വിദ്വേഷം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മറ്റൊരു മതത്തിനോട് ദേഷ്യം ഉണ്ടാകുന്നത്. അതല്ല, നമുക്ക് നമ്മുടെ മതത്തിനോട് വിശ്വാസമുണ്ടെങ്കിൽ അതിനൊരു ബഹുമാനമുണ്ടെങ്കിൽ മറ്റു മതങ്ങളോട് നമ്മളത് പുലർത്തേണ്ടതുണ്ട്. അങ്ങനെ പുലർത്താതിരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്വന്തം മതത്തിനോട് കാണിക്കുന്നതും അപ്പം ശരിയായിട്ടുള്ള ഒരു ആദരവോ അല്ലെങ്കിൽ ബഹുമാനമോ ഒന്നുമല്ല. നമ്മളവിടെ കപടമാണ്, നമ്മുടെ ആ ഭക്തിയും ആദരവും അല്ലെങ്കിൽ ബഹുമാനവും ഒക്കെ കപടമാണെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടുള്ളത് എന്ന് പറയുന്നത്. കാരണം സ്വന്തം മതത്തെ ബഹുമാനിക്കുന്നവൻ മറ്റൊരു മതത്തിനെയും ബഹുമാനിക്കാൻ പഠിച്ചവനായിരിക്കണം, അല്ലെങ്കിൽ ആ വിവരവും ബോധവും ഉള്ളവനായിരിക്കണം. അങ്ങനെ വിവരം ഉള്ളവന് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ചെയ്യാത്തവരെല്ലാം വിവരവും ബോധവും ഇല്ലാത്തവന്മാരാണെന്നാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതിപ്പം ഏതൊരർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെങ്കിലും സ്വാഭാവികമായിട്ടും നമുക്ക് ഇനിയെങ്കിലും മാറ്റങ്ങൾ വരണം, മാറ്റങ്ങൾ അനിവാര്യമാണ്. ഇവിടെ ഈ പറയുന്ന മുതലെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നീചശക്തികളിൽ നിന്ന് ഇന്ത്യയെ ഈ പറയുന്ന മോചിപ്പിക്കുക. പണ്ട് ബ്രിട്ടീഷുകാരാണെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള തന്നെ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ളവരിൽ ചിലർ തന്നെയാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഇന്ത്യയെ മോചിതരാക്കുക അല്ലെങ്കിൽ മുക്തരാക്കണമെങ്കിൽ കൃത്യമായിട്ട് വിവരത്തോടെ, വിവേകത്തോടെ, ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളിൽ മാറ്റാൻ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ മാറാനുള്ള ഇടം കൊടുക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതല്ലാതെ നമ്മൾ എപ്പോഴും കല്ലെറിഞ്ഞുകൊണ്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ മാറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ വീണ്ടും പിന്തിരിയാനുള്ളൊരു സാഹചര്യമുണ്ട്. നമ്മളെപ്പോഴും പ്രതീക്ഷയുടെ ഒരു കണക്ക് അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ഒരു കാലത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാലത്തിന് വേണ്ടി പ്രതീക്ഷ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഈ തരത്തിൽ ജാതിയോ മതവും വെച്ച് അടികൂടിക്കാൻ നോക്കാത്ത ഒരു കാലത്തിലേക്കുള്ള മനുഷ്യരുടെ ഒരു കൂട്ടായ്മ കടന്നു വരും എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ സംസാരിക്കുന്നത്.
അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാറാനുള്ളവർ മാറട്ടെ. ഈ പറയുന്ന നമ്മൾ പറയത്തില്ലേ, നന്മയുടെയും ഒത്തൊരുമയുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന മതേതരത്തേക്ക് ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കൃത്യമായിട്ടുള്ള നമ്മൾ പണ്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല നേതാക്കൾ, ഒരു തരത്തിലും അവരുടെ കീശ വീർപ്പിക്കാൻ വേണ്ടി അല്ലാതെ നാടിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു. അവരുടെ പേരിലും ഇന്ന് ചുമ്മാതെ പേരുദോഷം പറഞ്ഞുകൊണ്ട് അടികൂടാനാണ് ഓരോ ആൾക്കാരും അവരുടെ രാഷ്ട്രീയത്തെ വലുതാക്കാൻ വേണ്ടി മാത്രം ചുമ്മാതെ ഒരു ആയുധമായിട്ട് മാത്രം പ്രയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അവർ ചെയ്തു വെച്ചതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അവർക്കുള്ളതായിട്ടെങ്കിലും ഇനിയെങ്കിലും ഈ നാട്ടിൽ അങ്ങനെയുള്ള ഒരു വിത്ത് നല്ലത് പാകാനായിട്ട് കഴിയട്ടെ എന്ന് മാത്രമാണ്. ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ കമൻറ്റ് വരുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം കുറേ ആൾക്കാർ വന്നിട്ട്, പക്ഷെ ഒന്ന് മാത്രം ഞാൻ പറയാം, ഞാനിതിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ നാടിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇവിടെ കൃത്യമായിട്ട് ജാതിയോ മതത്തിൻ്റെ വേർതിരിവ് പറഞ്ഞ് ജീവിക്കരുതെന്ന് ഉള്ളൊരാശയത്തെ പറയാനാണ് ശ്രമിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഇടയിൽ വൃത്തികെട്ട കമൻറ്റ് സെക്ഷനിലൂടെ ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ആരാണ് വർഗീയവാദികളെന്ന്.